നമ്മുടെ ഈ കോഡ് ഹണ്ട് പ്രോഗ്രാമിൽ നമ്മളിനി ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നത് ഡിസ്കോഡിൽ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ഇൻ്റർഫേസിലാണ് നിങ്ങൾ എത്തുക. ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വന്ന് ഈ ടിക്ക് ഓൺ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഈ സെർവറിൽ വെരിഫൈഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഹാഷ് ഐക്കൺ കാണുന്നത് ടെക്സ്റ്റ് ചാനലാണ്. അതായത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഇല്ലേ, അതുപോലെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നതാണ് ടെക്സ്റ്റ് ചാനൽ. പിന്നെ ഈ സ്പീക്കർ ഐക്കൺ കാണുന്നത് വോയിസ് ചാനലാണ്. ഇപ്പോൾ ഒരു കോൺഫറൻസ് കോളൊക്കെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ ഇട്ടിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ വോയിസ് ചാനലിലായിരിക്കും. ഇത്രയും ടീംസാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരു ടീമിൻ്റെ മാക്സിമം സ്ട്രെങ്ത് 10 പേരാണ്. അപ്പോൾ ടീം 1ൽ 10 പേരായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടീം 2ലാണ് ജോയിൻ ചെയ്യേണ്ടത്. ജോയിൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടീം 1ൽ എൻ്റർ ആയി. ബാക്കി ഓപ്ഷൻസ് ഒക്കെ എടുക്കുന്നത് ഇവിടെ താഴെയാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാം. ഇവിടെ നിങ്ങൾക്ക് ക്യാമറ ഓൺ ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനും പറ്റും. പിന്നെ മേലോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണെന്നുള്ള ഡൗട്ട് ഉണ്ടാവും. ഇതാദ്യം കാണുന്ന റൂൾസാണ്. അതായത് ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ ആയിരിക്കും വരിക. ഇപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല. നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അനൗൺസ്മെൻറ്റ്. നിങ്ങൾക്ക് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അതെല്ലാം ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ടാസ്ക് സെക്ഷൻ. അപ്പോൾ നിങ്ങൾ ഓരോ ദിവസം എന്തൊക്കെ ടാസ്ക്കാണ് ചെയ്യേണ്ടത് അത് ഈ ടാസ്കിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. പിന്നെ ഇഷ്യൂസ്. ഇപ്പം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സെർവർ സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഓപ്പൺ ടിക്കറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളുടെ അഡ്മിന്മാരിൽ ആരെങ്കിലും നിങ്ങളെ വന്ന് പേഴ്സണലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അതിവിടെ താഴെയായിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക. അവിടെ വന്നിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിനെ അറിയിക്കാവുന്നതാണ്. അത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 1-to-1 കോൺവെർസേഷനാണ്. നിങ്ങളും അഡ്മിനും മാത്രമായിരിക്കും അറിയുന്നത് നിങ്ങൾ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിന് വേറെ ആർക്കും അത് കാണാൻ പറ്റില്ല. പിന്നെ ഇപ്പം നിങ്ങളുടെ ഇഷ്യൂ കോഡിംഗ് റിലേറ്റഡ് എന്ത് ഇഷ്യൂ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ആസ്ക് യുവർ ഡൗട്ട്സിൽ വന്നിട്ട് അവിടെയാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയാനുള്ളത്.